പ്രോട്ടീൻ പൗഡർ മാത്രം കുടിച്ച് മസിൽ ഉണ്ടാക്കിയ ഒരാളും ഇവിടെ ഇല്ല. മസിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സ്റ്റെറോയിഡൊക്കെ കഴിക്കുന്നുണ്ട് എന്താ അറിയില്ല, ഒരുപാട് പേർക്ക് ഒരു സെക്ഷുവൽ ഇഷ്യൂസ് വരുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉള്ള കാര്യമാണ്. കുറച്ചുകൂടെയൊക്കെ നാൾ മുമ്പ് വരെ ആ ഒരു മസ്കുലറായിട്ടിരിക്കുന്ന ട്രെയിനർമാരുടെ അടുത്ത് കൂടുതൽ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു മസ്കുലറായിട്ടിരിക്കുന്നൊരു ട്രെയിനർ വേണമെന്ന് നിർബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി വേ എന്ന് പറയാനേ പറ്റില്ല. ഒരു എലമെൻറ്റും അതിനില്ല. അതിന് ഹെൽത്തി വേ എന്ന് ഒരു കോമ്പറ്റീഷനും ഒരു ബോഡി ബിൽഡറും പറയത്തുമില്ല. വാരണായിരം മൂവി ഇറങ്ങിയപ്പം സൂര്യയുടെ ഒരു ബോഡി കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. വർക്കൗട്ട് കഴിഞ്ഞ് ഒന്ന് എല്ലാം സെറ്റൊക്കെ ആയി ഒന്ന് കഴിഞ്ഞ ശേഷം നേരെ ഒന്ന് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ പോണത് വാറി പോയി 2 അടിച്ചിട്ടായിരിക്കും പോണത്. ഇപ്പോൾ പുറത്ത് ന്യൂസിൽ കാണുന്നത് ജിമ്മിൽ ഒരാൾ കുഴഞ്ഞ് വീണു മരിച്ചു എന്ന് മാത്രമാണ് ഹെഡ്ലൈൻസ് പറഞ്ഞത്. അവർ എന്തുകൊണ്ട് മരിച്ചു എന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു 100 പേര് ഈ ജാനുവരിയിൽ അഡ്മിഷന് വന്നു കഴിഞ്ഞാൽ ഒരു 10 മാസം കഴിഞ്ഞിട്ടും ബാക്കി ഈ അഡ്മിഷൻ ചെയ്തവരിൽ എത്ര പേര് ബാക്കി ഉണ്ടാവും? ഒരാളും ഉണ്ടാവില്ല. ശരിക്കും നമ്മുടെ അസുഖങ്ങളെല്ലാം പലതും നമുക്ക് ഈ വർക്കൗട്ടിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഓൾമോസ്റ്റ് 90% നമ്മളെ പല ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് ഈ എക്സസൈസ് വഴി മാത്രമേ മാറ്റാൻ പറ്റൂ. കാര്യം പ്രോട്ടീൻസ് ആണ് നമ്മളെ മസിൽസിനെ റിക്കവർ ചെയ്യുകയും മസിൽസ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫുഡ്. അത് മാത്രമൊന്നല്ല, ബട്ട് അത് വേണം. 90% ആളുകളും ഫിസിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് ജിമ്മിൽ വരുന്നവരാണ്. ഇന്ന് ജിമ്മിൽ പറഞ്ഞ ഒരു ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും സിക്കാണ്. 30+ നിൽക്കുന്ന ആളുകൾ ഉറങ്ങാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നവരെ എനിക്കറിയാം. ഒരു മനുഷ്യൻ ഉറങ്ങുന്നുണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് വ്യായാമം ചെയ്തിരിക്കണം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയുടെ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം എങ്ങനെ വളരെ നല്ല രീതിയിൽ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിഴക്കമ്പലത്ത്, ഞാൻ എടുത്തു പറയാം, എറണാകുളം ജില്ലയിൽ ഒരു കോടമഞ്ഞിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട്, നല്ല നാച്ചുറലായിട്ടുള്ള കോടമഞ്ഞിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഒരു ഒറ്റ ജിമ്മുള്ളൂ. അത് കിഴക്കമ്പലത്തുള്ള അൺബൗണ്ടഡ് ജിമ്മാണ്. അപ്പോൾ ആ ജിമ്മിൻ്റെ അതിൻ്റെ അമരക്കാരൻ നമ്മുടെ സ്വന്തം അജിത് ബ്രോയാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എനിക്ക് നമ്മുടെ ജിമ്മ് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒന്ന് അവിടെ AC അല്ല, നല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആ പുകയൊക്കെ ഇങ്ങനെ പോകണതാണ്. 2, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ആംബിയൻസ്. എന്താണ് ഇതെല്ലാം കൂടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ബോഡി ഹീൽ ചെയ്യാനും എല്ലാത്തിനും കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നപ്പോൾ തോന്നി അങ്ങനെ ഒരു രീതിയിൽ തീമിൽ അങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തീമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലാന്റ്സും കാര്യം ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ആ ഒരു കുറച്ച് നാച്ചുറൽ എലമെൻ്റ് തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും കാണുന്ന കുറേ പ്ലാന്റ്സുകൾ വെച്ചൊന്ന് ചെറുതായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം സക്സസ് ആയോ? ഒരു പരിധി വരെ എന്ന് പറയാം. ഈ വരുന്ന ആളുകൾക്ക് അത് എന്തെങ്കിലും തരത്തിൽ കണക്ട് ആവുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ക്ലൈമറ്റ് കുറച്ചും കൂടെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെയൊക്കെ വന്ന് കയറുമ്പോൾ എനിക്കൊന്ന് സെക്കൻഡ് ഫ്ലോറാണ് നമുക്ക് ഈ പറഞ്ഞ നാച്ചുറലായിട്ട്. ഫസ്റ്റ് ഫ്ലോർ AC തന്നെയാണ്. പക്ഷേ ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ പോകുമ്പോൾ നമുക്ക് തോന്നും അവിടെ AC ഇട്ടിട്ടില്ല എന്ന്. കാര്യം അതിനേക്കാൾ തണുപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ഇപ്പോഴും നമുക്കൊരു രാവിലെ വന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ആണെങ്കിലും ഒരു വല്ലാത്തൊരു കാം ഫീൽ കിട്ടും അവിടെ നിൽക്കുമ്പോൾ. അതെല്ലാവർക്കും അങ്ങനെ ഉണ്ട്. കാര്യം വരുന്ന ഒരു വർക്കൗട്ട് ചെയ്ത ശേഷം കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പോണത്. വർക്കൗട്ട് ചെയ്യുക ഓടിപ്പോവാന്നൊരു ആറ്റിറ്റ്യൂഡ് ഇപ്പം ആർക്കും ഇല്ല. വരിക കുറച്ചു നേരം അവിടെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ക്യാരം ബോർഡിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ കളിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു അതിന് പുറമെ കുറച്ച് ടൈം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ജിമ്മിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ എപ്പോഴും ഫുൾ എല്ലാവരും ഭയങ്കര ടൈറ്റ്, ഭയങ്കര പ്രഷറിലായിരിക്കും. വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്, മിഷനറീസിലൊക്കെ മാറി ഇങ്ങനെ ചെയ്യണം. എല്ലാം ഇവിടെ അങ്ങനെയല്ല ഞാൻ കിടക്കുന്നത്. ഇവിടെ ക്യാരംസും എല്ലാ പരിപാടിയുണ്ട്. നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്കൊരു നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ
ശരിക്കും അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു ആംബിയൻസ് എൻ്റെ സ്ഥാപനത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്തു തന്നെയാണോ? അതെ അതെ, അത് എന്താ പറയുക, ജിമ്മ് തുടങ്ങിയ മെയിൽ ആ സമയത്ത് റൂഫ് ടോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് ടെറസ് ആയിരുന്നു. അപ്പോൾ അവിടെ യദർച്ഛയുമായിട്ട് 1-2 തവണയൊക്കെ ഞാൻ പോയിരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ബാക്കിലൊരു പാടമാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയായിരുന്നു, കാര്യം അവിടെ വളരെ പോസിറ്റീവായിട്ടൊരു നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും ആ എളുപ്പ രാവിലേക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അന്ന് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു ഇത് മെയിലൊരു ജിമ്മിടാൻ നമുക്ക് തോന്നുകയാണെങ്കിൽ അന്ന് ഇതിനെ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ക്ലബ് എന്നൊരു സംഭവം, ഒരു ക്ലബ് എന്നല്ല, അതിനിപ്പോൾ എന്താ പറയുക, പണ്ട് നാട്ടിൻപുറത്തുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നൊരു സംഭവം. കാര്യം ഇന്ന് അങ്ങനെ ഒരു സംഭവം ഒരിടത്തും ഇല്ല. ആർക്കും എന്താ പറയുക, സംസാരിക്കാനോ ഒരു ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആർക്കും താല്പര്യമില്ല. ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സംഭവം ഓടില്ല, ആരും സംസാരിക്കാൻ റെഡിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും തിരക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും, അന്ന് വരുന്നവരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കുക എന്നൊരു സംഭവം എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈപ്പിൽ പ്ലാൻ ചെയ്ത്, അപ്പോൾ നമ്മൾ ഒരാളെങ്കിലും ക്യാരം ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം അവിടെ കളിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഒന്ന് ചുമ്മാ ജോയിൻ ചെയ്യാൻ. പക്ഷെ വെറുതെ പോയി ഒരാൾ സംസാരിക്കാൻ ഒരാൾക്ക് പാടായിരിക്കും. അങ്ങനെ ജോയിൻ ചെയ്ത് ചെറിയ ചെറിയ കോൺവെർസേഷൻസ്, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ആ മെയിലത്തെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ അപ്ഡേഷൻ ചെയ്ത ശേഷം അങ്ങനെ ഒരു സൈക്കിൾ വരുന്നുള്ളത് പോലെ ആ സർക്കിൾ വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത്. എനിക്ക് താങ്കളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുമല്ലോ ഒരു ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലയൻറ്റ് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ആ പുള്ളിക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വന്നാലോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ വന്നാലോ അവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി അധികം കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. പുള്ളിയുടെ മുമ്പിൽ വരുന്നവരെല്ലാവരും ആരോഗ്യം സംരക്ഷിക്കാൻ വന്നവരാണ്, എല്ലാവർക്കും ഒരേപോലത്തെ ഒരു പരിഗണന കൊടുക്കുക. ഇതെന്താണ് ഇങ്ങനെ? അല്ല, ഇപ്പോൾ ആ സെലിബ്രിറ്റിന്നോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചില ഈ സാധാരണക്കാർ, പിന്നെ അതല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ റിച്ചായ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളെ തന്നെ നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു ബോർഡർ പോലെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ അവർ സെലിബ്രിറ്റിയും അല്ല, ഈവൻ സാധാരണക്കാരനും അല്ല, ഒരു പൈസക്കാരും അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവർക്കും എല്ലാവർക്കും ഹെൽത്ത് വേണം, അതാ അവർക്കും വേണം ഇവർക്കും വേണം. അപ്പം നമ്മൾ എല്ലായിടത്തും ഒരുപോലെ നിൽക്കുമ്പോഴേ നമുക്ക് ആ ഹെൽത്ത് എന്ന സംഭവം പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിക്ക് വേണ്ടി കൂടുതൽ ചെയ്യുമ്പോൾ മറ്റൊരാളും അതേ ആവശ്യത്തിന് വേണ്ടിയാണ് ആ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്നത്, ആ ഹെൽത്ത് എന്നൊരു കാര്യം. അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരും സെയിം ഫ്ലഷ് ആൻഡ് ബ്ലഡ് തന്നെയാണ്, ഇവരും സെയിം ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ മൊത്തം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷമായി? 10 വർഷത്തോളം ആവും. 10 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ജിമ്മിന്റെ ആശാന്മാർ ഏത് കോമ്പറ്റീഷൻ ഇറങ്ങുന്നതാണ് ആദ്യം പിള്ളേർ നോക്കുക. അതെ, അതൊരു എനിക്ക് തോന്നുന്നൊരു കുറച്ചും കൂടെയൊക്കെ നാൾ മുമ്പ് വരെ ആ ഒരു മസ്കുലറായിട്ടിരിക്കുന്ന ട്രെയിനർമാരുടെ അടുത്ത് കൂടുതൽ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു മസ്കുലറായിട്ടിരിക്കുന്നൊരു ട്രെയിനർ വേണമെന്ന് നിർബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇപ്പോൾ ജിമ്മുകളിൽ അങ്ങനെ ട്രെയിനർമാരെല്ലാം മറ്റേ ആ ഒരു ബോഡി ബിൽഡർ ടൈപ്പിലൊന്നും അല്ല, അതല്ലാതെ നിൽക്കുന്ന ട്രെയിനർമാരും ഉണ്ട്. ഇന്ന് കുറച്ചും കൂടെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെയല്ല. ഒരു 5 years ബാക്ക് നോക്കുമ്പോൾ നമ്മൾ ജിമ്മിൽ ട്രെയിനറായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഭയങ്കര മസ്കുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കുറവാണ്. അതെ, പറയണം ഇന്ന ആളാണ് എൻ്റെ ആശാൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ ഇത്രയും വർഷം, ഇപ്പോൾ ഈ ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ ഇപ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും ഇതാണ്. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 5 years 10 years ബാക്കിലൊക്കെ പോകുമ്പം ഈ ജിമ്മിൽ പോകാമെന്ന് പറയുമ്പം, അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യം, ജിമ്മിൽ പോകാമെന്ന് പറയുമ്പോൾ അന്നൊരു ഈ ഗുണ്ടകളെ ഒരു സെറ്റപ്പാണ്. മസിലൊക്കെ എനിക്ക് റോഡിലോട്ടൊക്കെ ഇറങ്ങുന്ന വെച്ചാൽ ആളുകൾക്ക് പേടിയാണ് ഇങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ. ഇന്ന് പിന്നെ ആ ഒരു സംഭവം മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഫീമെയിൽസ് കുറച്ചും കൂടെ താല്പര്യം കാണിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി മെയിലിനെ വെച്ച് നോക്കുമ്പോൾ. കാര്യം കൂടുതലും നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാലും ഇവരെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. മീൻസ് ലേഡീസ് ഇൻഫ്ലുവൻസർ ആയാലും അതല്ലാതെ ഈവൻ ബോഡി ബിൽഡേഴ്സ് ആയാലും അവർ കുറച്ചും കൂടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് അങ്ങനല്ലാതെ എനിക്ക് തോന്നുന്നില്ല കൂടുതലായിട്ടൊരു ഫിറ്റ്നസിനോട് താല്പര്യം മലയാളികൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോർമൽ അതേ അവസ്ഥ തന്നെയാണ്. ഈ ശരിക്ക് ഇപ്പോൾ ജിമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജിമ്മിലും എന്താ പറയുക, അഡ്മിഷൻ കൂടുന്നത് ഒന്ന് ന്യൂ ഇയർ കഴിയുമ്പോൾ അടുത്ത 1-ാം തീയതി തൊട്ട് ഞാൻ നന്നാവാൻ പോവുക ഈ തീരുമാനത്തിൽ, 2 ഏതെങ്കിലും സിനിമകൾ ഇറങ്ങുമ്പോൾ. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു വൻ തള്ളിക്കയറ്റം ഉണ്ടായ ഒരു മൊമെൻ്റ് ഓർമ്മയുണ്ടോ?
അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഈ വാരണായിരം മൂവി ഇറങ്ങിയപ്പം സൂര്യയുടെ ഒരു ബോഡി കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവാം. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് അല്ലേ ഇപ്പം ഞാനും പോലും നന്നായിട്ട് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാറുണ്ട്. കാര്യം നമുക്കത് ആ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ കുറച്ച് ദിവസം പോകുമ്പോൾ മനസ്സിലാവും അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതെ അതെ, ഞായറാഴ്ച വരാൻ വെയിറ്റ് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ പതിയെ അതങ്ങനെ അത് കുറഞ്ഞ് പിന്നെ അവരേക്ക് അത് വേണ്ട, നമുക്ക് പറ്റിയ ആഗ്രഹം എല്ലാം ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് അങ്ങ് മാറും. ഇങ്ങനെ വന്ന ഒരു ജിമ്മ് നിർത്തുന്നത് കാണാൻ രസം. ആദ്യം അവരൊരു അവധി ദിവസം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെ ഒരു കല്യാണം വരാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞൊരു മഴ വരാൻ വെയിറ്റ് ചെയ്യും. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ചുമ്മാ എക്സ്ക്യൂസ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ജിമ്മിൽ വന്നിരുന്ന് ഉറങ്ങുന്ന മടിയന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയുള്ള ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ജിമ്മിൽ വന്ന് കുറച്ചു നേരം കുറച്ചൊരു 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുമെങ്കിൽ ബാക്കി ഒരു 15 മിനിറ്റ് സംസാരിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു തണുത്ത മട്ടിൽ പൈസ എങ്ങനെയെങ്കിലും ഒന്ന്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബായ് വരണ കാണാം. കാര്യം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ടൊരു അരമണിക്കൂറാവും. പക്ഷെ അരമണിക്കൂർ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ചില ആളുകൾക്ക് ഇപ്പോൾ ഫിറ്റ്നസ് ഈ എക്സസൈസ് ചെയ്യണമല്ല, കുറച്ച് എവിടെയെങ്കിലും ഒന്ന് ഒരാളെ വേറെ ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകുന്നൊരു ചെറിയ തോന്നലുള്ളവർ അവരൊക്കെ സത്യം ഉണ്ട്, എല്ലാ ജിമ്മിലും ഉണ്ട്. പക്ഷെ അവർ ഭയങ്കര പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലതാണ്. കാര്യം അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മറ്റേ വെറുതെ എക്സ്ക്യൂസ് പറയുന്നില്ല. അവർ വരും, ഒരു അരമണിക്കൂറെങ്കിലും വന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറ്റുന്ന അവർ ചെയ്തിട്ട് പോകും. അതെ അതെ. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ മെഡിസിൻസ് ഇപ്പോൾ ഒരു കാലത്ത് എല്ലാവരും പേടിച്ചിരുന്നൊരു കാര്യമാണ് ഈ സപ്ലിമെൻ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പ്രോട്ടീൻ പൗഡറുകൾ. എന്ത് കഴിച്ചാലും അത് ശരീരത്തിന് സൈഡ് എഫക്റ്റ് വരും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സപ്ലിമെന്റ്സും ഈ പ്രോട്ടീൻ പൗഡറൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സപ്ലിമെന്റ്സിന് കാര്യത്തിൽ ഇപ്പം പ്രോട്ടീൻ പൗഡർ ആയാലും ഇപ്പോൾ ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ലീഗലായിട്ടുള്ളതും ഈവൻ ഇല്ലീഗലായിട്ടുള്ളതും. ലീഗലായിട്ട് പറയുമ്പോൾ നമുക്ക് തന്നെ ഈസിലി നമുക്ക് ഏത് ഫാർമസിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ, അതുപോലുള്ള കുറേ സപ്ലിമെന്റ്സ്. അതൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. കാര്യം ഒരാളെ ഗൈഡൻസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ഇപ്പോൾ ചില ആളുകൾ പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ മാത്രമേ മസിൽ വരുമെന്നൊരു തോട്ട് പ്രോസസ്സാണ്. അങ്ങനെയൊന്നുമില്ല. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് സോഴ്സിൻ്റെ, പ്രോട്ടീൻ എന്നൊരു സോഴ്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ മാത്രം കുടിച്ചാൽ മസിൽ വരില്ല. അത് വളരെ തെറ്റിദ്ധാരണയാണ്. കാര്യം പ്രോട്ടീൻ പൗഡർ മാത്രം കുടിച്ച് മസിൽ ഉണ്ടാക്കിയ ഒരാളുകൂടെ ഇല്ല. നല്ല അസലായിട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ല വർക്കൗട്ട്, നല്ല പണി കൊടുക്കണം. അതുപോലെ ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് പ്രോട്ടീൻ പൗഡർ കുടിച്ചെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 2-3 മുട്ട കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് അതിൻ്റെ അകത്തുള്ളൂ. പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് നോക്കുമ്പോൾ 4000-5000 നമ്മൾ കൊടുക്കും. പക്ഷേ അതിൽ വേറെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ കൂടെ വേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. അതാണ് നാച്ചുറൽ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു സെക്ഷൻ ഉണ്ട് ഇപ്പോൾ ജിമ്മിൽ. അറിയാം, പല കാറ്റഗറിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇതിൽ രസകരമായൊരു കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കിയ വന്ന് കിടന്ന് ഉറങ്ങുന്നവർ, ചുമ്മാ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചു പോകുന്നവർ, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതല്ലാതെ രാവിലെ മുതൽ അത്യാവശ്യം ഡ്രിങ്ക്സ് കഴിക്കുക, സ്മോക്ക് ചെയ്യുക, കിട്ടിയ ഫുഡൊക്കെ കഴിക്കുക, എന്നിട്ട് വൈകിട്ട് ജിമ്മിൽ പോകണം അല്ലെങ്കിൽ രാവിലെ ജിമ്മിൽ പോകണം, അങ്ങനത്തെ ഒരു ടീമുകളും വരുന്നുണ്ട്. അത് 1-2 പേരുണ്ടാവും, 1-2 കുറേ പേരുണ്ടാവും. നമുക്ക് അതിൽ കുറച്ച് പേരെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചില കാര്യത്തിൽ അവരെ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നൊരു സംഭവം തോന്നും. ഇപ്പോൾ ജിമ്മിൽ നിന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകണവർ അവിടെ തൊട്ടടുത്ത ബാറിലല്ലോ ആയിരിക്കും. എനിക്ക് തന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഒന്ന് എല്ലാം സെറ്റൊക്കെ ആയി ഒന്ന് കഴിഞ്ഞ ശേഷം നേരെ ഒന്ന് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ പോണത് 6 പേര് 2 അടിച്ചിട്ടായിരിക്കും പോകണം. അപ്പം അങ്ങനെ രസകരമായ 1-2 കഥകളും ഉണ്ട്. കാര്യം സ്പെഷ്യലി ആ കഥ പറഞ്ഞ ആൾക്ക് മനസ്സിലാവും ഞാൻ ഈ കഥക്ക് ഉദ്ദേശിച്ചാൽ പറയുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ആരെ കഥ. പക്ഷേ എങ്കിലും രസകരമായി ചില കാര്യങ്ങൾ അവരിങ്ങനെ പറയണം, നല്ല രസമാണ്. അത് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കഥയുണ്ട്. നമ്മളിങ്ങനെ 1-2 കഥയുണ്ട്, ഞാൻ ഇങ്ങനെ അത് കേട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യം ഫുള്ളായിട്ട് ഞാൻ പറയില്ല. ചില ആളുകൾ പറയണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമുക്കിങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ പറയും വീക്കെൻഡ് ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ ഇന്ന സംഭവം ചെയ്യണം. എനിക്ക് പെർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റില്ല, കാര്യം ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഫുള്ളി ഉദ്ദേശിച്ചാൽ പറയണത്. അതുകൊണ്ട് അത് ചിലപ്പോൾ ആൾക്ക് അപ്പോൾ ഇത് പുള്ളി ഇങ്ങനെ പറയണ ഒരു രീതിയുണ്ട്. ഞാൻ ഇങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു, ഇത് ഇവിടെ പോകുന്നു, അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ മേടിച്ച് കിട്ടിക്കൊണ്ട് കൊടുക്കുന്നു, അവർ കുക്ക് ചെയ്യുന്നു, പിന്നെ ഞാൻ അടുത്ത് ബാറിൽ പോകുന്നു, ഇത്ര വെഗടിക്കുന്നു, വീണ്ടും ഒന്ന് കിടന്നുറങ്ങുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും പുറത്തിറങ്ങുന്നു, കറങ്ങുന്നു, വീണ്ടും ബാറിൽ പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എത്ര വെഗടി, ഒരു 10-15 വെഗടിക്കും. ഞാൻ സെക്കൻഡ് 10-15 വെഗ്
15 ഒരു സെക്കൻഡ് ഞാൻ ഇതൊക്കെ എൻ്റെ ഒരു ആയുസ് ഞാൻ കുടിച്ച് കയറുക ചത്തു പോലും എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതുപോലെയൊക്കെ ആളുകളുണ്ട്. കാര്യം വെച്ചാൽ ഇവർ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ അല്ലാട്ടോ പറയണത്, ഇത് കുറച്ചുകൂടി രസമാണ് ഈ കഥ കേൾക്കാൻ. ഞാൻ കുറച്ചൊന്ന് ഒതുക്കിയതാണ്. അത് ഭയങ്കര രസമാണ്. പുള്ളി പറയണ രസം ഭയങ്കര രസമാണ്. പുള്ളിയുടെ ആ കഥ എനിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞത് ഞാൻ ഒരു 10-20 തവണ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും 21ാമത്തെ പ്രാവശ്യം ഒരു പുതുമ തോന്നും. കാര്യം പുള്ളിയുടെ ആ ഒരു താളമുണ്ട്, ആ പറയുന്നതിനൊരു താളം ഭയങ്കര രസമാണ്. പിന്നെ ചില ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറക്കെ എഴുന്നേറ്റ് കുടിക്കുന്നവരുണ്ട്. പക്ഷെ ജിമ്മിൽ വരും. ജിമ്മിൽ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ആ കുടിച്ചിട്ട് സ്മെല്ലും ഉണ്ടാവും ആളെ ബോഡിയിൽ. പക്ഷെ നമ്മൾ കുറേ അടുത്ത് പറയും ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരുമ്പം കുടിച്ചിട്ട് വരാൻ പാടില്ല എന്ന് പറയും. കാര്യം കുടിച്ചിട്ട് നമ്മൾ വന്ന് വർക്കൗട്ട് ചെയ്യണത് നമ്മളെ വളരെ പ്രശ്നമാണ്. അതിനേക്കാൾ പ്രശ്നം കുടിച്ചിട്ട് വരെ വർക്കൗട്ട് ചെയ്യാം. ചില ആൾ കുടിച്ച ശേഷം ഒരു പ്രോപ്പറായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം നമ്മൾ വന്നാലും നമ്മുടെ ബോഡിയിൽ ആ സ്മെല്ലെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും അങ്ങനെയുള്ളവരെ ടേക്ക് കെയർ ചെയ്യണം. കാര്യം ഭയങ്കര ഡേഞ്ചറാണ് അവർ. ഏത് നിമിഷമാണെങ്കിലും അവർ കൊളാപ്സ് ആവും. അത് പക്ഷെ നമ്മളിപ്പോൾ ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റില്ല. ഓക്കെ, ഈ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിള്ളേര് രാത്രി ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പിന്നെ ഉറങ്ങുമല്ലോ, എല്ലായിടത്തും ഉണ്ടാവും. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചറാണ്. കാര്യം നമ്മൾ രാവിലെ ഉറക്കം ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജിമ്മിൽ വന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചും കൂടെ ടയർഡാവും. അപ്പോൾ ഒന്നിൽ പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോട് പോകാം. ജിമ്മെന്നല്ല, വളരെ ഇൻറ്റൻസ് ആയിട്ട് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡി ഒന്ന് നോർമലാക്കുക. കാര്യം ആൽക്കഹോൾ ഏതൊരു ലഹരി ആയാലും നമ്മളെ ബോഡീനെ അങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി. അപ്പോൾ അതിനെ നോർമലാക്കിയിട്ടേ നമ്മളൊരു ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചിലപ്പോൾ ബോധം കെട്ടി വീഴാം. നമ്മളിപ്പോൾ പുറത്ത് ന്യൂസിൽ കാണുന്നത് ജിമ്മിൽ ഒരാൾ കുഴഞ്ഞ് വീണു മരിച്ചു എന്ന് മാത്രമാണ് ഹെഡ്ലൈൻസ് ആണ്. അവർ എന്തുകൊണ്ട് മരിച്ചു എന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കുറെ നമ്മൾ വീഡിയോസിൽ കാണുന്നുണ്ട് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നു, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ വീണ് മരിക്കുന്നതൊക്കെ. അതൊക്കെ ഇതുപോലെയൊക്കെ പല കാരണങ്ങളുണ്ടാവും. ചില ആൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളവരുണ്ടാവും. എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ അറിയില്ലല്ലോ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഏത് റേഞ്ചിൽ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മളെ ബോഡി കണ്ടീഷൻ നമ്മൾ പുറമേ കാണുമ്പോൾ ഭയങ്കര മസ്കുലറാണ് ഹെൽത്തി എന്ന് നമ്മൾ പുറമേ കാണുമ്പോൾ. പക്ഷേ അകത്ത് എന്താ കണ്ടീഷൻ ആരും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ചെക്കപ്പോ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ആരും ചെയ്യാറില്ല. എന്തെങ്കിലും കണ്ടീഷൻസ് വരുമ്പോഴാണ് അതിനോട്ട് പോണേ. പിന്നെ ഇതല്ലാതെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും നമ്മളെ തന്നെ അറിയാം. ചിലപ്പോൾ തലേ ദിവസം ചില ആളുകൾ നന്നായിട്ട് വളരെ പ്രോപ്പർ ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ ഉറക്കമൊന്നും ഇല്ലാതെ ആയിരിക്കാം വരുന്നത്. പിറ്റേ ദിവസം അവർ ഫീൽ ചെയ്യും ഭയങ്കര എനർജറ്റിക് ആണെന്ന്. അപ്പോൾ ആ പിറ്റേ ദിവസം കഴിഞ്ഞ ദിവസം ചെയ്യാത്തതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. അത് ചോദിച്ചാൽ ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനത്തെ ഒരു സംഭവം ഹെവി ഇൻറ്റൻസ് ചെയ്യും. ചില ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏതൊരു ലേഡി ഇതേ കണക്ക് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു സംഭവം കേട്ടായിരുന്നു. എന്തോ പോലീസ് ടെസ്റ്റിന് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കുറേ നാൾ ഇന്നാക്റ്റീവ് ആയിട്ടുന്ന ഒരാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇറങ്ങുന്ന കുറേ പേരുണ്ട്. അതായത് 2 മാസത്തിനകത്ത് എനിക്ക് ഒരു ഷാറൂഖ് ഖാൻ ആവണം, അല്ലെങ്കിൽ ഒരു മൂഡ് പിടിക്കും, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടും അവർക്ക്. ഒരു മോട്ടിവേഷൻ, ഒരു സിമ്പിൾ മോട്ടിവേഷൻ കിട്ടും. ആ മോട്ടിവേഷനിൽ ഇവർ ചാടിയങ്ങ് ഇറങ്ങും. എന്നിട്ട് വന്ന് ഇപ്പം നമുക്ക് ജിമ്മിൽ തന്നെ നമ്മൾ ചില ആളുകൾ നമ്മൾ സംസാരിക്കും, നിങ്ങൾ വന്നിട്ട് ഇന്ന് 10 മിനിറ്റ് ചെയ്താൽ എന്ന് പറയും. ഫസ്റ്റ് ദിവസം എനിക്ക് പറഞ്ഞാൽ ജിമ്മുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, പരിസരത്ത് പോലും പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇവർക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാവും. എന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാവും. ഇവരെ വീരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരെ ഫീസൊക്കെ മേടിച്ചിട്ട് ഇവരെ പറ്റിക്കുകയാണെന്നൊരു ആറ്റിറ്റ്യൂഡാവും. ഇവർ ആ സംസാരത്തിൽ നമുക്കത് ഫീൽ ചെയ്യും. കാര്യം നമ്മളത് പറഞ്ഞവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ 4ാം ദിവസം കുറച്ചൊന്ന് എന്തെങ്കിലും അവിടെ ഒന്ന് കടുപ്പിക്കാം, ഒന്ന് നോക്കിയാൽ പിന്നെ 2 ദിവസത്തേക്ക് കാണത്തില്ല. കാര്യം മസിലൊക്കെ ഫുള്ള് തേരി കയറിയിട്ട് വേറെ പരിസരത്തുണ്ടാവില്ല. അപ്പോഴേ അവർക്ക് മനസ്സിലാവും. ചില പണ്ടുള്ള പറയുന്നൊരു ചൊല്ലുണ്ടായിരുന്നു, അറിയാത്ത പിള്ള ചൊറിയും സാധനം ഉണ്ടല്ലോ. അപ്പം ചില ആളുകൾ നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും, ചില ആൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സംഭവം ഇതായിരുന്നു പുള്ളി. വാശി പിടിക്കുന്നവർക്ക് വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അവർ ഇവരെ ഫീലിങ്സിൽ ഇവരെ സംസാരത്തിലൊക്കെ മാറും. ഇവരെന്നെ പറ്റിക്കുകയാണെന്നൊരു ആറ്റിറ്റ്യൂഡിലോട്ട് ഇവരെത്തും. അപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നൊന്ന് ഒരു പുഷ് കൊടുക്കുമ്പോൾ നമുക്കറിയാം 2 ദിവസം കഴിയുമ്പം പിറ്റേ ദിവസം പ്രശ്നം ഉണ്ടാവില്ല, പിറ്റേ ദിവസം വരും ഈ ബോഡി. ചിലപ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത് നാളെ പെയിൻ ഉണ്ടാവില്ല. ഈ 3ാമത്തെ ദിവസം ആകുമ്പം ഒന്ന് രാവിലെ ഉറക്കെ എഴുന്നേൽക്കുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ ഒരു പിടുത്തം വരും. അപ്പോഴും പുള്ളിക്ക് മനസ്സിലാവും ഈ പുള്ളി പറഞ്ഞത് ഉള്ളായിരുന്നു ഒരു മൂഡ് വരും. ചിലവർക്ക് അങ്ങനെ വളരെ അല്ല, കുറച്ച് പേർക്ക് അത് വേണ്ടി വരും. ഈ മറ്റേ ടീമുകളൊക്കെ കേട്ടോ, എനിക്ക് ഒരു മാസം കഴിഞ്ഞ് കല്യാണമാണ്, അപ്പോഴത്തേക്ക് എനിക്കൊന്ന് വയറ് 6 പാക്ക് ആക്കി ഒരുപാട് വരും. അത് എനിക്കൊന്ന് എല്ലാ ജിമ്മിലും ഉണ്ടാകുന്നൊരു കഥയാണത്. ഒരു 2 മാസം 3 മാസം ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ പറയും എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും. അപ്പോൾ ഒരു പുള്ളിക്കാരനെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കൊന്ന് ഒരു മണിക്കൂറത്തോളം കഥ പറഞ്ഞിട്ടുണ്ടാവും. പുള്ളിയുടെ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്തതിൽ കഥ തുടങ്ങി പുള്ളി. എനിക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് പറഞ്ഞ് നിർത്തിയത്. കാര്യം അത്രയ്ക്ക് കൺഫ്യൂഷനാക്കി പുള്ളി എന്നെ. പുള്ളി ഇങ്ങനെ പറയും എനിക്ക് ഇന്ന അസുഖമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറേ അസുഖങ്ങളെ പേര് പറഞ്ഞു. കുറേ അസുഖങ്ങൾ ഈ പിടിയും കിട്ടുന്നില്ല. ഇതെന്താ അസുഖമൊന്നും പിടി കിട്ടാത്ത അവസ്ഥയിൽ പുള്ളിയുടെ അസുഖങ്ങൾ പറയാം.
ആ സമയം ഞാൻ പറഞ്ഞു എനിക്ക് 2 മാസം സമയമുള്ളൂ, ഞാൻ എന്തുപറ്റി അത് എവിടെയെങ്കിലും പോകുന്നുണ്ട്? ഇല്ല, 2 മാസം കൊണ്ട് ഒരു 15 കിലോ കുറച്ചുകൂടി. ഞാൻ പറഞ്ഞു 15 കിലോ 2 മാസം കൊണ്ട് വെട്ടിക്കളയേണ്ടി വരും പുള്ളിക്ക്. പക്ഷേ പുള്ളിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളി എന്നിട്ട് പിന്നെ പുള്ളി ജിമ്മിൽ കണ്ടപ്പോൾ ഒരു 3 മാസം വിളിച്ച കേട്ടോ. പിന്നെ ഇതിനെ പുള്ളി ജിമ്മിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ജനുവരിയോടെ ഫെബ്രുവരിയോടെ എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ. വേറൊരു കാര്യം കേട്ടോ, ഇത് എനിക്കൊരു ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഒരുപാട് സംസാരങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. പലരും ചിലപ്പോൾ പുറത്ത് ഓപ്പണായിട്ട് അത് ചോദിച്ചെന്ന് വരില്ല, എന്നാലും ചോദിക്കുകയാണ്. ഇപ്പം ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല മസിലുള്ള ഒരു മനുഷ്യന്, ഭയങ്കര അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന മനുഷ്യന്, ഇവർക്ക് മസിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സ്റ്റെറോയിഡൊക്കെ കഴിക്കുന്നുണ്ട് എന്താ അറിയില്ല, ഒരുപാട് പേർക്ക് ഒരു സെക്ഷുവൽ ഇഷ്യൂസ് വരുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉള്ള കാര്യം ഒരു പരിധി വരെ ഇവർ കുറേ മെഡിസിൻസിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയില്ല. സംഭവം ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഉള്ളത് തന്നെയാണ്, എപ്പോഴും അത് ഉള്ളത് തന്നെയാണ്. അത് ബോഡി ബിൽഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നതാണ്. അതിന് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്നൊരു ഹോർമോൺ ഉണ്ട്. അത് മെയിലിന് വെച്ച് നോക്കുമ്പോൾ അതിനെ ആ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത് നമ്മൾ സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സപ്ലിമെൻറ്റ്സ് പോലെ മെഡിസിൻസ് ഒക്കെ എടുത്ത് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെ അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലാവുന്ന ഒരു മൊമെൻറ്റ് വരെ ഉണ്ട്, വെയിറ്റിംഗ് ഉണ്ട്. ആ സമയം വരെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അതൊരു പെർമനൻ്റ് ആയിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവാം. ചില ആളുകൾക്ക് അത് കുറച്ച് ടെമ്പററി, അതായത് അവർ ഈ ഒരു സപ്ലിമെൻറ്റ്സും സംഭവമൊക്കെ നിർത്തി കുറച്ച് നാളുകൾ ബോഡി അതിനെ ബാക്ക് ടു നോർമലിലോട്ട് എത്തും. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ആൾ എത്ര നാളിത് ചെയ്തു. ചില ബോഡി ബിൽഡേഴ്സ് ചിലപ്പം ബ്രേക്ക് ഇടാതെ 5-6 വർഷം ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. അവരെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ ബോഡി ഏത് റേഞ്ചിലോട്ടാണ് മാറിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് കുറേ വർഷം എടുത്ത് കണ്ടിന്യൂ, ചില ആളുകൾ ഒരു വർഷം എടുത്താൽ പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഇടും. അങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. പക്ഷേ അത് കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക ഒരു ഹെൽത്തി വേ എന്ന് പറയാനേ പറ്റില്ല. അത് ഒറ്റ ആൻസറേ ഉള്ളൂ, കോമ്പറ്റീഷൻ. അത് നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ചിന്തിക്കുന്നില്ല, ഒരു എലമെൻറ്റും അതിനില്ല. അതിന് ഹെൽത്തി വേ എന്ന് ഒരു കോമ്പറ്റീഷനും ഒരു ബോഡി ബിൽഡറും പറയത്തുമില്ല. കാര്യം ഇപ്പം തന്നെ സീബം എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡറുണ്ട്. പുള്ളി ഇപ്പോൾ ഓൾറെഡി റിട്ടയർ ആയിട്ടുണ്ട്. പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു ബോഡി ബിൽഡറും ഇൻ്റർനാഷണൽ നോക്കിയ ഏതൊരു ബോഡി ബിൽഡറും ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് വേറെ ലൈഫിലോട്ട് ജീവിക്കാൻ ഒരു ആഗ്രഹം തോന്നിയാൽ അവരപ്പം ബോഡി ബിൽഡിംഗ് സ്റ്റോപ്പ് ചെയ്യും, എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഒട്ടും ഹെൽത്തി വേ ഒന്നും അല്ല. അത് ഒരിക്കലും ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളാരും പറയാറുമില്ല. ബോഡി ബിൽഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊരു ഹെൽത്തി വേ ഓഫ് ലൈഫ് സ്റ്റൈൽ അല്ല. എപ്പോഴേലും നിർത്തണം തോന്നിയാൽ നിർത്താം. നിങ്ങളെ ബോഡി പറയാം. അത് നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ അല്ല സത്യം പറഞ്ഞാൽ അത് ചൂസ് ചെയ്യേണ്ടത്. ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ആ ബോഡി ഓക്കെ എല്ലാം തോന്നിയാൽ ആ നിമിഷം ഇത് സ്റ്റോപ്പ് ചെയ്യുക. കാര്യം നല്ലതല്ല അത്. കാര്യം നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും, നിങ്ങളിപ്പോൾ ചില ആളുകൾക്ക് ഹാർട്ട് റേറ്റ് കൂടും, ചില ആളുകൾക്ക് ഭയങ്കര ടയർഡ് വരും, ഉറക്കമില്ലായ്മ വരും. ഇപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ചില ആളുകൾ ഉറങ്ങാറേ ഇല്ല, സ്ട്രെസ് അടിച്ച്, പിന്നെ ആൻസൈറ്റി കൂടും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ചില ആളുകൾ അതിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ഓക്കെയാണ്. ഇപ്പോൾ ചില ആൾക്ക് അത് പറ്റില്ല. അങ്ങനെ ഒരു ഫീലിങ്സ് വന്നാൽ പിന്നെ ഏത് ട്രെയിനർ പറഞ്ഞാലും ഏത് ഇൻസ്ട്രക്ടർ പറഞ്ഞാലും അത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യുക. കാര്യം നമ്മളെ ലൈഫ് അത്ര നല്ലതായിരിക്കില്ല അതിന്. ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആകാൻ പോകുന്നു. എന്തായാലും സാധാരണ ഉണ്ടാവുന്ന പോലെ ഒരുപാട് ആൾക്കാർ ജിമ്മിൽ അഡ്മിഷൻ വരാൻ പോകുന്നൊരു ടൈമാണത്. ശരിക്കും ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഒരു 100 പേര് ഈ ജാനുവരിയിൽ അഡ്മിഷന് വന്നു കഴിഞ്ഞാൽ ഒരു 10 മാസം കഴിഞ്ഞിട്ടും ബാക്കി ഈ അഡ്മിഷൻ ചെയ്തവരിൽ എത്ര പേര് ബാക്കി ഉണ്ടാവും? ഒരാളും ഉണ്ടാവില്ല. ഒരാളുണ്ടാവില്ല, അത് സത്യമായ കാര്യം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇത്രയും വർഷം ജിമ്മിൽ നിൽക്കണം. എനിക്ക് ആ ന്യൂ ഇയർ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ റെസൊല്യൂഷനൊക്കെ എടുത്ത് പറഞ്ഞ ഒരാൾ ഈ 10 മാസം തന്നെ 1 മാസം കഴിയുമ്പോൾ തന്നെ ചില ആളുടെ പേര് പോലും ഓർമ്മ ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം എനിക്കിതുപോലെ സംഭവമുണ്ട്. കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് ഞാൻ ഇങ്ങനെ ജിമ്മ് തുറക്കണോ, 1-ാം തീയതി വേണോ എന്നൊരു ചിന്തയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വിചാരിച്ചാൽ എന്തെങ്കിലും ആവട്ടെ തുറന്നിരിക്കാം. അന്ന് ജിമ്മ് ഓപ്പൺ ആക്കി, ഒരാൾ വന്നു, 1 ഇയർ പാക്കേജ് എടുത്തു. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടേ ഇല്ല, കഴിഞ്ഞു പോയി. അയാളുടെ തീരുമാനമായിരുന്നു 1-ാം തീയതി ജിമ്മിൽ വന്നു. പുള്ളി മെമ്പർഷിപ്പ് എടുത്തു. പുള്ളി 1 ഇയർ ഒരു കാര്യം സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. പുള്ളി ഒരു ജിമ്മിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് സുഖം, കേരളത്തിൽ ജിമ്മ് നിലനിർത്തുന്നത്. അപ്പോൾ പുള്ളി വന്നു, മെമ്പർഷിപ്പ് എടുത്തു, ഞാൻ റിസീപ്റ്റ് ചെയ്ത് കൊടുത്തു, കാര്യങ്ങളെല്ലാം ചെയ്ത് പുള്ളി പേര് ചെയ്തു. പുള്ളി ഇതുവരെ സത്യം പറഞ്ഞാൽ ഇതിന് ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വന്നം അല്ലെ ഈ പ്രസ്ഥാനത്തിൽ കുറച്ച് പേര് 1 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ഒരു 10-20 പേര് വന്നു കഴിഞ്ഞാൽ ആ ജിമ്മിന് സത്യം പറഞ്ഞാൽ 1-2 മാസം നടത്തിക്കൊണ്ടുള്ള പരിപാടി കിട്ടും. അത് ഓൾമോസ്റ്റ് എല്ലാ ജിമ്മിലും ഉണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ വന്നിട്ട് 2 ദിവസമോ 3 ദിവസമൊക്കെ, ചില ആളുകൾ ചില കോമഡി എന്ന് വെച്ചാൽ ചില ആളുകൾ ജിമ്മിൽ ഈ 6 മാസം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും. മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അവർ നമ്മൾ കാണാൻ, നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഇവർ 2 ദിവസം ഗ്യാപ്പ് ഇടും, പിന്നെ ഒരു 3 ദിവസം വരും, വീണ്ടും ഇതേ അവസ്ഥ ഇങ്ങനെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് കാണാം, ഞാൻ എന്തിനീ കടുങ്കൈ ചെയ്തെന്നൊരു സാധനം.
അതായത് അവരെ മുഖത്തുണ്ട് 6 മാസത്തെ പൈസയും പോയി, തിരിച്ച് ചോദിക്കാനും പറ്റില്ല, വരെയും വേണം. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു താല്പര്യവുമില്ല. നമ്മൾ ഒരു ഫേസ് നമുക്കത് കിട്ടും, എന്താ ചെയ്യാൻ ഞാൻ പെട്ട് എന്നൊരു ആറ്റുണ്ടല്ലോ. ആ സംഭവം നമുക്ക് 1-2 പേരെ കിട്ടും. അത് അവരെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ ആലോചിക്കും, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചിരിയും തോന്നും ചിലപ്പോഴൊക്കെ. എന്ന് വെച്ചാൽ ഇവരാ മുഖത്തൊരു എന്താ പറയുക, ഒരു വൈറ്റ് ക്ലബ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒരു വല്ലാതെ ഒരു അവിഞ്ഞ അവസ്ഥ നമുക്ക് കാണാം. വന്ന് കയറി ഒരു സാധനം നല്ല രസവും അത് കാണാം. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് പേരുണ്ട്. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. അല്ല, അവർ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവർക്കെന്ന് വെച്ചാൽ ഈ കറക്റ്റ് 6ാമത്തെ മാസം അല്ലെങ്കിൽ ഒരു നമ്മൾ മെമ്പർഷിപ്പ് തീരണത് ഇന്ന് 25-ാം തീയതിയാണെന്ന് ചോദിച്ചാൽ 24-ാമത്തെ മുഖത്തൊരു പ്രസന്നതയാണ്. അന്നൊരു വരും, എല്ലായിടത്തും സംസാരിക്കും, നമ്മളടുത്ത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ ഈ ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ചെല്ലുമ്പോഴേക്കും നമ്മൾ അറിയുന്നത് പിന്നെ പുള്ളിയുടെ ഒരു വിവരം ഉണ്ടാവില്ല, ആ ആളുടെ ഒരു വിവരം ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാവും അത്രയും നാൾ അവർ സഹിച്ച ഒരു ടോർച്ചറാണ് അവർ. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ആ 24-ാം തീയതി രാത്രി അവിടെ ജിമ്മിൽ കാണിച്ചത്. അതായത് നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഒട്ടും താല്പര്യമില്ലാതെ ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഉണ്ടല്ലോ, സ്കൂളിൽ പോയിട്ട് ഈ സ്കൂളൊന്ന് തീർന്നിരുന്നെങ്കിൽ ആ വെക്കേഷൻ കിട്ടുന്നൊരു മൂഡാണ് ഇവർക്ക്. അങ്ങനെ വന്നൊരു കുറേ പേരുണ്ട്. അങ്ങനെ കുറേ പേര് ഭയങ്കര രസം. അങ്ങനെയുള്ളവരെ നമ്മൾ ചില ആളുകൾക്ക് ഭയങ്കര ഇതിലേക്ക് വരും, എനിക്ക് ഇങ്ങനെ ബോഡി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആംബിഷൻ ഇതൊക്കെ വന്ന് ഇങ്ങനെ തകർന്ന സംസാരമൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കാണില്ല. എന്തൊരു അതെ എന്താ ഒരു റീസൺ ഉണ്ടാവില്ല, അതെ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കും. ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. കാര്യം ഞാൻ റോഡ് വെച്ചൊക്കെ വരെ കാണും, ചിലപ്പോൾ ഇത് യഥാർത്ഥമായിട്ട് റോഡിൽ വെച്ചവർ കാണും. ഞാൻ എന്തുകൊണ്ട് സുഖമാണോ? ആ സുഖം. ഞാൻ ജിമ്മിൽ പറഞ്ഞില്ലേ, ചുമ്മാ ചോദിക്കും, ജിമ്മിൽ പറഞ്ഞില്ലേ ചോദിക്കും, പറയണം ഉടനെ പറയണം, എല്ലാം സെറ്റായിട്ടുണ്ട്, ഉടനെ പറയും. ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം 2 വർഷം ആയാലൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഇവരെ കാണുമ്പോൾ നമുക്ക് രസം. ഇവർക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല, ഈ എന്താ പറയുക ഗതികേട് വന്നിട്ട് ചെയ്യണവരാണ് ജിമ്മിൽ. ഏറ്റവും കൂടുതൽ പാക്കേജ് എടുത്തു വന്നവരാ. പാക്കേജ് അവർക്ക് ഇപ്പോൾ ഡോക്ടർമാർ എന്നൊക്കെ പറയും, പണി തീരാറായിട്ടുണ്ട്, ഒന്ന് ശരീരാനൊക്കെ. അപ്പോൾ ഇവർക്ക് തന്നെ ഇവരുടെ അടുത്ത് അറിയാം. ചില ആൾക്ക് വന്നിട്ട് പറയും, ഞാനൊരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് പാക്കേജ് അവർക്ക് നോക്കണം. അവർ പെട്ടെന്ന് 6 മാസം 1 വർഷത്തെ പാക്കേജ് ചോദിക്കും. ഡയറക്റ്റായി ചോദിക്കും. ചോദിച്ചാൽ ഞാൻ 6 മാസം എടുത്തോ, ഒന്നും ചോദിക്കില്ല, ഡിസ്കൗണ്ട് ഒന്നും ഒരു പോയിന്റ് സംസാരമില്ല. അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് മാത്രമാണ്. കാര്യം ഇല്ലെങ്കിൽ ഒരു വരില്ല. പക്ഷെ അപ്പോൾ അതിനൊരു പേടിച്ചിട്ട് എടുക്കണം. കാര്യം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ ഒന്നിൽ ഫാറ്റ് ലിവറെന്നോ അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞവരുണ്ട്. പക്ഷെ അവരും ഒരു പരിധി വരെ ഈ സംഭവം എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ശരീരം അനങ്ങാൻ കുറച്ച് മലയാളികൾ കുറച്ച് പാടുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു വർക്കൗട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? എന്താ പ്രത്യേകത? എന്താണ്? നമ്മൾ ആഹാരം കഴിക്കുന്ന അത്രയും പ്രാധാന്യമുണ്ട്. ഉണ്ട്. പിന്നെ കാര്യം പണ്ട് നമ്മളങ്ങനെയാണ്, മനുഷ്യന്മാരെന്ന് വെച്ചാൽ അതാണ്. നമ്മൾ ഹണ്ട് ചെയ്തും ഫാമിങ് ചെയ്തും ജീവിച്ചവരാണ്. ഇന്ന് പിന്നെ നമ്മളെ ഫെസിലിറ്റീസും നമ്മളെ കാര്യങ്ങളും മാറിയപ്പോൾ നമുക്ക് വെറുതെ ഇരുന്നെന്നല്ല ഞാൻ പറയണത്, നമുക്ക് നമ്മളെ ബ്രെയിൻ വെച്ച് നമുക്ക് പൈസ മേടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മളെത്തി. പണ്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് മീലിനുള്ള വഴി കിട്ടും. അതായിരുന്നു നമ്മളെ ബോഡി. അപ്പോൾ ആ ബോഡി തന്നെയാണ് നമ്മളെ DNA. നമ്മളെ മുമ്പ് ഒരു 5 തലമുറ, നമ്മളെ ഒരു തലമുറ ബാക്കിലോട്ട് നോക്കിയാൽ നമ്മൾ 5 തലമുറ പോലും വേണ്ട. നമ്മളെ പാരൻസ് എങ്ങനെ ജീവിച്ച, ഗ്രാൻഡ് പാരൻസ് എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ആ കഥ കിട്ടും. നമുക്ക് അവർ ഇത് കണക്ക് തന്നെയാണ്. ഇപ്പോൾ മീറ്റ് കഴിക്കണം, പണ്ട് ഒരു ചിക്കൻ കഴിക്കണം, ഇന്ന് നമുക്കൊരു ബ്രോയിലർ കോഴി അല്ലെങ്കിൽ ഒരു സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഓർഡർ ചെയ്ത സാധനം കിട്ടും. അന്ന് പോരാ, അന്ന് മറ്റേ അതിനൊക്കെ ഓടിച്ചിട്ട് പ്രോട്ടീൻ പിടിച്ച് പിന്നെ എൻ്റെ പപ്പും കൂടെയൊക്കെ പറിച്ച് അങ്ങനെ ഒരു കളി തന്നെ കളിക്കണം, ഈ ഒരു കോഴിക്കറി കഴിക്കണം. ഇന്ന് അതൊക്കെ ഈസിയാണ്. അപ്പോൾ ആ ഇതിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മളെ ബോഡിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ക്ലിനിക്കുകളും ഇത്രയും ഹോസ്പിറ്റൽസും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഉള്ളത് കേരളത്തിലാണ്, ഈ മൾട്ടിനാഷണൽ. അതിപ്പോൾ ചിലപ്പോൾ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലൊക്കെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് അത് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ രാവിലെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലാണ്, ഒരു 8:30-9 മണിക്ക് വന്നു. അപ്പോൾ അവർക്കൊരു 1 ഏക്കർ സ്പേസ് വരുന്ന ഒരു 5-6 പാർക്കിംഗ് സ്പോട്ടുണ്ട്. 1 ഏക്കർ വരുന്ന ഒരു സ്പേസ്. ഞാൻ 6ാമത്തെ പാർക്കിങ്ങിലാണ് കൊണ്ട് കാറിട്ടത്. ഞാൻ 8:30-9 മണിക്കാണ് ഞാൻ ചെല്ലണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ ഇന്നലെ പാർക്ക് കിട്ടുന്ന കാറാണെന്ന് അറിയാമല്ലോ. കാര്യം എനിക്ക് അങ്ങനെ ക്യൂരിയോസിറ്റി വന്നു. കാര്യം ഓരോ ഇതിൻ്റെ അകത്തും 50-100 കാറ് കിടക്കുന്നുണ്ട്. അതുപോലെ 6ാമത്തേൽ 100 കാറുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നാണ് ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷേ അതിന് ഏറ്റവും വലിയ കോമഡി എന്താണ്, ആ 2 കിലോമീറ്റർ നടക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ഒരു ഇലക്ട്രിക് കാറുണ്ട്. ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം പാവം കഷ്ടപ്പെടാൻ പാടില്ല. കാര്യം നമ്മൾ ഒരു 2 കിലോമീറ്റർ മുമ്പ് കൊണ്ട് പാർക്ക് ചെയ്ത കസ്റ്റമർ ആണല്ലോ, അവർക്ക് നടക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഫ്രീ ആയിട്ടുള്ള കാറുണ്ട്. അവരെ ഒരു ബഗ്ഗി പോലത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു തരത്തിലും മനുഷ്യന്മാർ. അതുകൊണ്ട് അവർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. കാര്യം നമുക്ക് അവിടെ ചെന്ന് നമ്മളൊരു കൊടുക്കുന്ന ഒരു എമൗണ്ട് ചെറുത് അവർക്ക് ഇവിടെ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ചെയ്യും, ഇത്രയും പേരാ. അതേസമയം ഞാൻ പറഞ്ഞ വഴി ഞാൻ ജിം, ഇപ്പോൾ എൻ്റെ ജിമ്മിൽ നിന്നായാലും ശരി, ഞാൻ പറഞ്ഞ വഴി ജിമ്മുകളൊക്കെ നോക്കി വരും. അപ്പോൾ എനിക്ക് ജിം ഉണ്ടായതുകൊണ്ട് ഞാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും.
ഉണ്ടാവില്ല മറ്റുള്ള ജിമ്മിൽ എങ്ങനെ അവസ്ഥയാണ്. ആ ജിമ്മിലൊക്കെ ട്രെയിനർ ഇങ്ങനെ കണ്ണാടി വഴി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പുറത്തോട്ട്. കാര്യം ആരും ഇല്ലല്ലോ, ട്രെയിനർ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊരു ആറ്റിറ്റ്യൂഡ്. അതേസമയത്ത് ഹോസ്പിറ്റലിൽ അത് ഡോക്ടർമാർക്ക് നിന്നിരിക്കാൻ സമയം ഉണ്ടാവില്ല, അവർ കത്തിയൊക്കെ ഇങ്ങനെ എറിഞ്ഞു നിന്നാണ് ട്രീറ്റ്മെന്റ്. അപ്പം അത് ഒരൊറ്റ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതുപോലെ എത്ര ഹോസ്പിറ്റലുണ്ടാവും. ശരിക്കും നമ്മുടെ അസുഖങ്ങളെല്ലാം പലതും നമുക്ക് ഈ വർക്കൗട്ടിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഓൾമോസ്റ്റ് 90% നമ്മളെ പല ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് ഈ എക്സസൈസ് വഴി മാത്രമേ മാറ്റാൻ പറ്റൂ. ഇപ്പം ഇവൻ എക്സാമ്പിൾ ആണെങ്കിൽ ഫാറ്റി ലിവർ, ഇപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ട്രെൻഡാണ് ആ സാധനം. അപ്പോൾ എവിടെ ചെന്നൊരു CT സ്കാൻ എടുത്താലും നമ്മൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് എല്ലായിടത്തും പറയും. എല്ലാം എനിക്കൊന്ന് ഓൾമോസ്റ്റ് അതിപ്പോൾ പണ്ട് മദ്യപിച്ചവർക്ക് മാത്രം വന്നിരുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ വരിക, പിന്നെ ലിവർ സിറോസ് വരിക, അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാമെന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ മദ്യം എന്ന സാധനം തൊടാത്തവർക്കാണ് ഇത് വരുന്നത്. അതിൽ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് സത്യം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചെയിനാണ്. അങ്ങനെ പറയാൻ പറ്റൂ ഇതിനെ. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും. കാര്യം ഇപ്പോൾ ഒരു പാക്കറ്റ് ഫുഡിൽ നിന്ന് തുടങ്ങുന്നതാണോ ഒരാൾ അസുഖം, അവിടെ നിന്ന് നേരെ അത് എത്തുന്നത് ഇന്നൊരു ഹോസ്പിറ്റലിലായിരിക്കാം അല്ലെങ്കിൽ ഇന്നൊരു മെഡിസിനിലോട്ടായിരിക്കും എന്ന് ഇവർക്ക് കൃത്യമായി പ്രീ പ്ലാൻഡ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കത് വ്യക്തമായൊരു തെളിവുകൾ നമുക്ക് ഷോ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ തന്നെയാണ് സത്യം. കാര്യം പണ്ടില്ലാത്ത അസുഖം ഇങ്ങനെ ഇപ്പോൾ വന്നു. ഒന്ന്, ആളുകൾ ഫിസിക്കലി ഇനാക്റ്റീവാണ്. 2, നമ്മളെ ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഈ രണ്ടിനും റീസണാണ്. അപ്പം ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ 80 വയസ്സ് വരെ ജീവിക്കുമെന്നോ 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയില്ല, പക്ഷേ 50 വയസ്സ് വരെ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും. ഒരാൾ എഴുന്നേറ്റ് നടക്കാനും ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഒരാളെ കൈ സഹായം തേടുന്നതിന് അത്ര ഗതികേട് വേറെ ഒന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഒരു പരിധി വരെ നമുക്ക്, ഒരു പരിധി വരെ അല്ല, ഒരു 100% തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. കാര്യം ഒരുപാട് അസുഖങ്ങൾക്ക് ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യണേ ഫിസിക്കലി ആക്റ്റീവ് ആവാമെന്നാണ്. ചില ആളുകൾ അതിനെ വേറെ രീതിയിൽ, പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് താല്പര്യക്കുറവുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാവുന്നൊരു സംഭവം അയാൾക്ക് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു എല്ലാത്തിനും ഒരു പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടർ പറയും ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി രാവിലെ തൊട്ട് എന്താ പറയുക 2-3 കിലോമീറ്റർ അങ്ങ് നടക്കണതാണ്. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ വേറെ ആക്ടിവിറ്റിയും ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒന്നിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ ആ പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യാൻ റെഡി ആവില്ല. ആരും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പബ്ബിലും അല്ലെങ്കിൽ ഈ കണ്ട ജങ്ക് ഫുഡ് കഴിക്കാനൊക്കെ പൈസകൾ മുടക്കാൻ ദർ റെഡി. പക്ഷേ ആ സമയത്ത് ഹെൽത്തിനൊരു ആസ്പെക്റ്റ് പറഞ്ഞാൽ ഭയങ്കര മടി. കാരണം നമ്മൾ തന്നെ 1-2 പേരെ സ്ഥലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത്ര മുട്ട അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോൾ അവർ ഒരു സെക്കൻഡ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയും ഇത്രയും പൈസ ആവുമെന്ന് ചോദിക്കും. ഇതേ ആളുകൾ, എനിക്ക് തന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്, ഇതേ ആളുകൾ സിഗരറ്റ് വലിക്കാനും ബാറിൽ പോകാനും വേണ്ടി മുടക്കുന്ന പൈസ ചിലപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് മുടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനത്തെ ഉള്ള ഒരു 10,000 എബോ അവർ ഈ പറഞ്ഞ സംഭവത്തിന് മുടക്കുന്നത്. ജിമ്മിൽ ഇത് കണക്ക് എൻക്വയറിക്ക് ഇത് കണക്ക് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു പുള്ളിക്കാരൻ ഇത് കണക്ക് വന്നു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജിമ്മിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഭയങ്കര കൂടുതലാണെന്നൊരു സംഭവം പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിനെല്ലാം കഴിഞ്ഞ ശേഷം പുള്ളി കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ടെണ്ണം അടിക്കുന്ന ഒരു ഫീൽ തോന്നി. പുള്ളിയെ കണ്ടപ്പോൾ എന്തോ തോന്നി, അങ്ങനെ ഒരു തോന്നൽ, ഒരു ഇൻഡ്യൂഷൻ തോന്നി. അപ്പോൾ ഞാൻ പുള്ളിയുടെ ചോദിച്ചു കുടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അടിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്ര അടിക്കുമോ? ഒരു 5 അല്ലെങ്കിൽ 1/2. ഡെയിലി വലിക്കും. കുടിച്ചാൽ ഒന്ന് ടോപ്പപ്പ് ചെയ്യണം, ഒന്ന് വലിച്ച സുഖമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ കഴിക്കുന്നത്? അവന് പൊറോട്ട ചിക്കൻ വറുത്തതൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ എത്രയാവും ചിലവ്? ഒരു 500 മുതൽ 600 വരെ ചിലവാകും. അപ്പോൾ പുള്ളി അത് വളരെ സിമ്പിളായിട്ട് ലഘൂകരിച്ചാണ് പറയണത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ ചോദിച്ചതില്ല, ഈ ഡെയിലി ഇതാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഇമാജിൻ ചെയ്യേണ്ട. അപ്പോൾ നോക്കുമ്പോൾ 20,000 റുപ്പീസ് പുള്ളി ഈസി ആയിട്ട് ഈ ചാവാൻ വേണ്ടി കളയുന്നത് 20,000 രൂപയാണ്. അതേസമയം ഒരു ജിമ്മിൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു 50 രൂപ കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് കൊച്ചിയിലെ എല്ലാ ജിമ്മിലും ഒരു 1,500 to 2,000 റേഞ്ച് ഒക്കെ ആയിരിക്കും അത്യാവശ്യം കുഴപ്പമില്ല എല്ലാ ജിമ്മിലും ഫീസ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെയിലി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 50 രൂപയാണ്. അതായത് 50 രൂപ സത്യം പറഞ്ഞാൽ പുള്ളിയിൽ വലിക്കാൻ 2 സിഗരറ്റിൻ്റെ പൈസയേ ഉള്ളൂ. ഈ പൈസയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ളൂ. പക്ഷേ അപ്പോഴും അതിന് റെഡി ആവുന്നില്ല. അത് എന്താ ഇപ്പോൾ പറയാ, ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് വിഷയം എല്ലാവരെയും പറഞ്ഞാലും. പക്ഷേ ഓൾമോസ്റ്റ് മലയാളികളിലുണ്ട് ആ സാധനം. ഇന്ത്യക്ക് പുറത്തോട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടൊക്കെ കുറച്ചുകൂടെയൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. ഒന്നിൽ അവർ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയെങ്കിലും അവർ അതിന് വേണ്ടി ജിമ്മിൽ മെനക്കെടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഫിസിക്കൽ അപ്പിയറൻസും വേണ്ട. കാരണം നമുക്ക് പല സിനിമകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 6 പാക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ അത് പിന്നെ ഒരു മോട്ടിവേഷൻ ആണല്ലോ. വെറുതെ എങ്ങനെയെങ്കിലും ഇങ്ങനെ വയറ് നോക്കി ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും. ഭയങ്കര എന്തൊരു വയറാണെന്ന് കുറയ്ക്കണം. ആ സെക്കൻഡ് ആയിരിക്കും യാദർച്ഛികമായിട്ട് ഈ ഫോണിൽ കൂടെ കാണുന്നത് എന്തിനാ കേരളത്തിലാകുമ്പോൾ 6 പാക്ക്. അപ്പോൾ തന്നെ അവിടെ തീർന്നു, പരിപാടി കഴിഞ്ഞു. മടി പിടിക്കാൻ ഒരിച്ചും കൂടെ മോട്ടിവേഷൻ ആയി. ആ ഒറ്റ ഡയലോഗ് തീർന്നു.
ഓക്കെ, എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് അതിനൊരു സ്റ്റൈലുണ്ടോ, നമുക്കൊരു പാറ്റേൺ ഉണ്ടോ ഉണ്ടാകും? കാര്യം എന്ന് വെച്ചാൽ ഓരോ ആളുടെ ബോഡിയും ഓരോ ടൈപ്പായിരിക്കും. ബോഡി പോസ്ചർ നോക്കുമ്പോഴും അവർ ചെയ്യുന്ന, ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ആളെ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഫസ്റ്റ് അവരെ മനസ്സിലാക്കുക അവരുടെ ബോഡി എങ്ങനെയാണെന്ന്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആളുകൾ പറയും ജിമ്മിൽ ഒന്ന് വെയിറ്റ് എടുത്താൽ മാത്രം മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരാളെ ക്യാരക്ടർ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവർ ചെയ്യുന്ന പ്രൊഫഷൻ, അവർ മെൻ്റൽ സ്റ്റേറ്റ്, പിന്നെ അവർക്ക് അതല്ലാതെ അവർ ഇതിനോട് എന്തുമാത്രം ഇഷ്ടമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ, എലമെൻറ്റുകൾ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരു വർക്കൗട്ട് കൊടുക്കുക. ചില ആളുകൾക്ക് അങ്ങനെ അത്രയ്ക്ക് ഈ വേദന സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ ജിമ്മിൽ വന്നിട്ട് മറ്റേ പട്ടിയെ പോലെ എടുത്തിട്ട് പണി ചെയ്താൽ അവർ അഞ്ചിന് ഓടി രക്ഷപ്പെടും. കാര്യം അവർക്ക് ആ ടോളറൻസ് കുറവായിരിക്കും. അപ്പം ഓരോ ആളുകളും ഓരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും. കോമൺ ആയിട്ട് ജിമ്മിന് ഇത്രയും മെഷീൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് കൊടുക്കേണ്ട സമയം, കൊടുക്കേണ്ട ഷെഡ്യൂള്, സമയം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്ത കാര്യം. സത്യം പറഞ്ഞാൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന് നമുക്ക് മനസ്സിലാവും അയാൾക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്നും. ചില ആൾക്ക് ആഗ്രഹത്തോട് പറഞ്ഞവരുണ്ടാവും, അതായത് എനിക്ക് ബോഡി ഉണ്ടാകും. ചില ആൾ ഓക്കെ ഹെൽത്ത് നോക്കണം എന്നൊരു ചെറിയ ഇതിൻ്റെ പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ ഒരു തഞ്ചത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവർ പോകും. കാര്യം ഇത് എനിക്ക് 95% ആളുകൾക്ക് ഈ ജിമ്മിൽ പോകുന്നത് താല്പര്യമില്ല. 5% ആളുകൾ മാത്രമേ ഉള്ളൂ അത്യം പറഞ്ഞാൽ ഇതിനെ എൻജോയ് ചെയ്യുന്നവർ. ബാക്കി 95% പേർക്കും ഒരു വഴിയില്ലാതെ എന്താ പറയുക അവസ്ഥയിൽ വന്ന് കയറണം. ഒരു എനിക്കത് ഇപ്പം ചിലപ്പോൾ ഒരു ഏതൊരു ജിമ്മിൽ പോയാലും 30 വയസ്സിന് താഴോട്ടുള്ളവരുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അത് കുറച്ച് ഈ ഫിറ്റ്നസ്സിനോട് താല്പര്യമുള്ള കുറച്ച് ആ ഫിറ്റ്നസ്സിൻ്റെ ആ ഫ്രീക്കായിട്ടുള്ളവരുണ്ട്. അതിനുശേഷമുള്ളതെല്ലാം 30+. അത് ലാസ്റ്റ് വാർണിംഗ് വീണ ടീമുകളാണ്. ഡോക്ടർ തന്നെ പറയും പോയാൽ കുറച്ചും കൂടെ ഓടാം, ഇല്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ വന്ന് കയറാവുന്നൊരു മൂഡ് പറയുമ്പോൾ അവരൊരു പേടിയുടെ പുറത്ത് കയറുന്നവരാണ്. പിന്നെ കുറച്ചും കൂടെ ഏജ് ആയ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിലാണെങ്കിൽ കുറച്ച് ഏജ് ആയവർ, അവർ ഭയങ്കര എനർജറ്റിക്കാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ അടുത്ത് സംസാരിക്കാൻ തോന്നും. നമ്മൾ പറയും ഈ പ്രായമുള്ള എന്തൊരു തന്ത വൈബ് എന്നൊക്കെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവരെയാണ് കാണാൻ, അവരൊന്നും തന്തവൈബേ അല്ല, ഇവിടുത്തെ പിള്ളേരാണ് തന്തവൈബ്. വർക്കൗട്ട് ചെയ്യണം, അവരുടെ സംസാരിക്കുമ്പോൾ കേൾക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയണ ഓരോ കഥകളും, അല്ലെങ്കിൽ ഇവരൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ ചില കാര്യങ്ങൾക്ക്. മറ്റവർക്കുണ്ടാവുന്ന ആ കോൺഷ്യസ്നെസ്സും അല്ലെങ്കിൽ ആ സംഭവം ഇവർക്കില്ല. വേറെ മൂഡായിരിക്കും. ഒരു 50-60 വയസ്സായ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മൾ കേട്ടോണ്ടെങ്കിൽ നമുക്ക് ഇവരെ ചെറുതായിട്ട് എന്തായിരിക്കും മുതൽ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ കുറേ പേരുണ്ട്. ഭയങ്കര രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പ്രായപരിധി ഉണ്ടോ ജിമ്മിൽ വരുന്നതിൽ? ഇല്ല, അങ്ങനെ പ്രായപരിധികളില്ല. അത് ചെറുപ്രായം മുതൽ ഏത് പ്രായം വരെയും വരാം. പക്ഷെ അത് ഓരോ ആളുകളും നമ്മൾ അതിനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. എക്സസൈസ് പാറ്റേൺസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ സംഭവം ചെറിയ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അല്ല അങ്ങനെ പ്രായപരിധിയില്ല. ഇപ്പം നമ്മുടെ ഈ കാലിൻ്റെ മുട്ട് തേയ്മാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ശരിക്കായിട്ടെല്ലാം നമ്മൾ സ്റ്റിഫായി പോകുമ്പോഴാണ് ഓരോന്നും തുടങ്ങുന്നത്. നമ്മൾ കുറേ നാൾ വെറുതെ ഇരുന്നിട്ട് ഒന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ കാലിൽ വേദനയൊക്കെ വരും. അപ്പോൾ ഈ വേദനകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ടിൽ കൂടി ഒരു പരിധി വരെ സാധിക്കും. പറ്റും. ഒരു വേറെ ഇപ്പം വളരെ എന്തെങ്കിലും വളരെ ടൈറ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും, ചെറിയ ഇപ്പോൾ ഫിസിയോതെറാപ്പി പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി അതിനെ ഒന്ന് ഫ്രീ ആക്കാമെന്ന് പറയും. ആ മസിൽ സ്റ്റിഫ്നെസ് ഒന്ന് ഫ്രീ ആക്കിയ ശേഷം അവർ ഒരു ബേസിക് ആയിട്ട് ഒരു ചെറിയ സ്ട്രെങ്തനിങ് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ജിമ്മിൽ തന്നെ വരണം. കാര്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ, വെയിറ്റ് ട്രെയിനിങ് വെച്ചാൽ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ലൈറ്റായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്ത കാര്യം. എനിക്ക് തന്നെ നമ്മളെ തന്നെ സ്ഥാപനത്തിൽ പറഞ്ഞ 1-2 പേരുണ്ട് എനിക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റാതെ. നമ്മൾ ജിമ്മിൽ ഇപ്പോൾ ഏത് ജിമ്മിലും അങ്ങനെ ഉണ്ടായിരിക്കും. ജിമ്മിൽ വന്ന ശേഷം പ്രോപ്പറായിട്ട് ഗൈഡൻസ് നമ്മൾ കൊടുത്ത് വർക്കൗട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു ട്രെക്കിങ് പോയവരെ എനിക്കറിയാം. അതും വളരെ കുറച്ച് ഏജൊക്കെ ആയുള്ളവർ നമുക്കുണ്ട്. അതായത് നടക്കാൻ ഒരു 2 മാസം കൊണ്ട്, ഒരു 2 മാസം കൊണ്ടൊക്കെ തന്നെ അവർ നടക്കാൻ പറ്റാത്ത ഒരു ട്രെക്കിംഗ് പോയിട്ടുണ്ട്. കാര്യം അവർക്ക് കോൺഫിഡൻസ് കിട്ടി എന്നെ കൊണ്ടത് പറ്റുമോ. കാര്യം അവർക്ക് പെയിനില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ 2 മാസം കൊണ്ട് നമ്മൾ മസിൽ ഡെവലപ്പ് ആവണം. പിന്നെ സഫീഷ്യൻ്റ് ആയിട്ട് ഫുഡും കഴിക്കണം. ചില ആൾ ജിമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ റെഡിയാവും, പക്ഷേ ആഹാരം കഴിക്കാൻ റെഡിയാവില്ല. ആഹാരം കഴിച്ചാൽ അവരെപ്പോഴും ഈ പറഞ്ഞ നോർമലി നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഈ ചോറും സാമ്പാറും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് കുറച്ച് കഴിക്കണം. കാര്യം പ്രോട്ടീൻസാണ് നമ്മളെ മസിൽസിനെ റിക്കവർ ചെയ്യുകയും മസിൽസ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫുഡ്. അപ്പോൾ അത് മാത്രമൊന്നല്ല, ബട്ട് അത് വേണം. അത് മെയിൻ ഫാക്ടർ. കാര്യം മലയാളിയുടെ കമ്പാരിറ്റീവ്ലി നമ്മളെ ഇന്ത്യൻസിന് കുറച്ച് കുറവാണ് ഈ പ്രോട്ടീൻ ഫുഡ് എടുക്കുക എന്നത്. അതാണ് നമ്മളെ ബോഡി ഫ്രെയിം ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു രൂപത്തിൽ ഇരിക്കുന്നത്. കാര്യം ഇവിടെ നമ്മളൊരു മോളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ബോഡി ബിൽഡർമാരെ കണക്ക് ഒരാളെ അവിടെ കാണാറില്ല. നമ്മളെല്ലാവരും ബോഡിയിൽ മസിലുണ്ട്, അത് കാണാത്ത കാര്യം നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സത്യം. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ 6 പാക്ക് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 80% പേര് അത് ചൂസ് ചെയ്തേനല്ലേ. 80 മേലെ അയ്യോ 80 മേലെ എല്ലാവരും. പിന്നെ എത്ര പേര് ഇപ്പം അതുണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഈ ഇപ്പോൾ പുതിയൊരു സർജറി ഉണ്ടല്ലോ, ലിപ്പോ സർജറി അതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അവർ വന്നത് അല്ലെങ്കിൽ അവർ കോസ്മെറ്റിക് സർജറി എങ്ങനെ ഇവിടെ വന്നേ. ഇവർ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ജിമ്മിൽ ഇത് കണക്ക് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം
ഒരാൾ എനിക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ആണ് എന്ന് പറഞ്ഞു, വയറിങ്ങനെ. ഞാൻ എന്തോ പറ്റി, അത് ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ബിരിയാണി കഴിക്കേണ്ട. അപ്പം ചില ആളുകൾ അങ്ങനെയുണ്ട്, അവർ അപ്പോഴും ആ ഒരു സംഭവം റെഡിയാണ് അവർ കഴിക്കാൻ. നമുക്ക് ആ സംഭവം അപ്പോൾ ഈ ഒരു സംഭവം ചിലൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ കിട്ടുമെന്ന് പറയുമ്പോൾ അതിലോട്ട് ഓപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാര്യം മെനക്കെടില്ലല്ലോ, 2 മണിക്കൂറോ 3 മണിക്കൂറോ പോയി കിടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം 6 പാക്കായിട്ട് പുറത്തിറങ്ങി വരാം. മറ്റേത് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. കാര്യം നമ്മൾ ഒരു വർഷം കിടന്ന് 6 പാക്ക് ഉണ്ടാക്കി 2 ദിവസം ഒന്ന് മറന്നാൽ മതി. 2 ദിവസം വെറുതെ ഒന്ന് ഫുഡ് അടിക്കുക, ഒരു കല്യാണത്തിന് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചില പാർട്ടിക്കും പോയാൽ 3ാമത്തെ 6 പാക്കിന് ഒരു ചെറിയ മറ വീഴും, ചെറുതായിട്ടൊരു മങ്ങൽ വീഴും. ആ ദിവസം കൂടെ ഒന്ന് മൈൻഡ് ചെയ്യാൻ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ 4 മാറി, പിന്നെ കുറച്ച് നമുക്കിങ്ങനെ ഈ പോസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ബലമൊക്കെ പിടിച്ചൊന്ന് കൈ കൊണ്ട് വലിച്ച് ടൈറ്റ് ചെയ്തൊക്കെ നോക്കണം. ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ എന്ന് ആ റേച്ചിലോട്ട് എത്തേണ്ടി വരും. അപ്പം പിന്നെ പെട്ടെന്ന് പോകും. ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് 10 ഫോട്ടോ എടുക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന ഏതൊരാളെ നോക്കിയാലും അവിടെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് നമ്മൾ കാണും. പക്ഷെ അവരിപ്പം നമ്മൾ പോയി വീട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ കണ്ടീഷൻ എന്താണ്. അത് പോവും. കാര്യം അത് അങ്ങനെ ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യണവരില്ല, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അവരങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നാളുകളിൽ ഇനി എന്താണ് നമ്മുടെ പുതിയ അപ്ഡേഷൻസ് എന്താണ്? പുതിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫിസിക്കലി ഞാനിപ്പോൾ ഇന്ന് കണ്ടത്, ഇപ്പോൾ ഒരു 10 വർഷം ഞാൻ ബാക്കിലോട്ട് അല്ലെങ്കിൽ 5 വർഷം ബാക്കിലോട്ട് ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞവരൊക്കെ ഒരു പരിധി വരെ എന്ന് പറയാം ഒരു 90% ആളുകളും ഫിസിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് ജിമ്മിൽ വരുന്നവരാണ്. ഇന്ന് ജിമ്മിൽ പറഞ്ഞ ഒരു ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും സിക്കാണ് അവർ. കാര്യം എനിക്ക് അങ്ങനെ തോന്നിയ കാര്യം ഞാൻ നമുക്കൊരാൾ സംസാരിക്കാൻ നമുക്കറിയില്ല, അവർ ഫിസിക്കലി മാത്രമല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഓവർ തിങ്ക് ചെയ്യുക, ട്രിഗർ ചെയ്യുക, ചെറിയ വളരെ നമുക്ക് സിമ്പിളായിട്ട് ചിരിച്ച് കളയേണ്ട ചില പ്രശ്നങ്ങൾ പോലും അവർ വളരെ ഉള്ളിലോട്ട് കൊണ്ടുപോയി അതിനെ പ്രഷറൈസ് ചെയ്ത് ഇങ്ങനെ അവരുടെ ലൈഫ് തന്നെ നശിപ്പിച്ചാലാണ് കുറേ പേര് എനിക്കറിയാം. അവർ ഫുൾ ഡിപ്രഷനും ഒന്നാമതായി ഈ സോഷ്യൽ മീഡിയ പോലെ സംഭവത്തിൽ കൂടെ ഈ വേർഡുകൾ കുറേ ആൾ പഠിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, ഡിപ്രഷൻ, ആൻസൈറ്റി എന്ന കുറേ സാധനങ്ങൾ ആളുകൾ പഠിച്ചു വെച്ചതുകൊണ്ട് ഇവർ തോന്നലുണ്ടാവും. കുറച്ച് 2 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്നത് എനിക്ക് ആൻസൈറ്റി ആണെന്ന് തോന്നല് ഒന്നുമില്ല, പക്ഷേ നമ്മൾ തന്നെ പറയുന്നത് നമ്മുടെ അടുത്ത് ആൻസൈറ്റിയാണ്. ഈ സംഭവം ഭയങ്കര. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലായാലും ശരി തന്നെയാണ്. കാര്യം നമ്മൾ കുറച്ചും കൂടെ ഫിസിക്കലി ചെയ്യുന്നതിൻ്റെ കൂടെ മെൻ്റലി ഹെൽത്തി ആവും. കാര്യം ഇപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്, ഇവർക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടി വളരെ ഏജൊന്നും അല്ലാത്ത 30+ നിൽക്കുന്ന ആളുകൾ ഉറങ്ങാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നവരെ എനിക്കറിയാം. കാര്യം വളരെ ഏജൊന്നുമില്ല, ഒരു അങ്ങനെ പറയാൻ വേണ്ടി അവർക്ക് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ഇഷ്യൂസ് അവർക്കില്ല. അതായത് ഒരു എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസോ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സോ വേണം. അതിനൊരു വൺ ഓഫ് ദ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നു വെറുതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. പണ്ട് നമ്മൾക്ക് ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആരാ വെറുതെ ഇരിക്കുന്നത്? ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് വേൾഡ് അല്ലേ, ഒരു ഫോണിൽ കുത്തിയിരിക്കും. ചിലപ്പോൾ ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തലയ്ക്കകത്ത് കറക്കണ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഒരു വർക്കൗട്ട് ഇടുന്നുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുന്നു, ചിലപ്പോൾ നമ്മളെ തല എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ സമയമില്ല. ചിലപ്പോൾ നമ്മളൊരു 5 ഫ്രണ്ട്സായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി എവിടെ ചിന്തിക്കാൻ സമയം ഒരു സെക്കൻഡ് ചിന്തിച്ച് അപ്പം അവനെ കളിയാക്കും. അപ്പോൾ ഇതിങ്ങനെ സമയമില്ല ചിന്തിക്കാൻ. അതിന്ന് പിന്നെ അല്ല. അപ്പോൾ അതുകൊണ്ടൊരു ഫിസിക്കലി മാത്രം പോരാ, മെൻ്റലി ഫിസിക്കലി ഒരാൾ ഹെൽത്തി ആകുമ്പോഴാണ് അയാൾ ഹെൽത്തി ആവുക എന്ന് പറയുന്നത്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഈ ഭയങ്കരമായൊരു ശരീരം ഉണ്ടാക്കി വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത ഒരാൾ ഹെൽത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത് വരുന്നവരെയൊക്കെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, പിന്നെ വരുന്നവരുടെ ആഗ്രഹം കൂടി വേണം നന്നാവണം. അതെ അല്ലേ, നന്നാവണമെന്ന് എനിക്ക് തോന്നുന്നത്. നന്നാവണമെന്ന് മാത്രമല്ല, ഇത് നമ്മളെ ബേസിക് നീഡാണ്. ഒരു മനുഷ്യൻ ഉറങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് വ്യായാമം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന സേവിങ്സ് എല്ലാം ഇവിടുത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനി കൊണ്ടുപോകും. അത് 100% ഷുവറാണ്. അതെ, ആയുസുള്ളിടത്തോളം കാലം നമ്മൾ ഉറപ്പാണ് കാര്യമാണ്. അത് 100% ഷുവറ കാര്യം. ഒരു ഹോസ്പിറ്റലിൽ ആരും ഇതിനെ കൊണ്ടുപോയിരിക്കും. നമ്മളുണ്ടാക്കിയ 50 ചിലപ്പോൾ 5-10 ലക്ഷം ചിലപ്പോൾ നമ്മൾ എന്താ പറയുക സ്വരൂപൂട്ടി വെക്കണ പൈസ ഒരു 5 വർഷം 6 വർഷത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആരും ഇതിനെ തിന്നും. വർക്കൗട്ട് ചെയ്യുക, അതുകൊണ്ട് ഫിസിക്കലി ആക്റ്റീവ് ആവുക. എന്ത് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് നിങ്ങളത് ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ അണ്ടറിൽ ഇത് പഠിച്ചൊരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോഴ്സൊക്കെ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു പ്രൊഫഷണൽ അണ്ടറിൽ നിന്ന് അവർ പറയണത് കേട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു ടീച്ചർ എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഏതൊരു ഫിറ്റ്നസ് ഫീൽഡിലോ ഏതൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ. ബിക്കോസ് അവർക്ക് അറിയുന്ന ഒരു നോളേജ്
നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ടീച്ചറിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ നിങ്ങളെ കോംപ്ലക്സും ഈഗോയും മാറ്റി വെച്ച് കേൾക്കാൻ പറ്റിയ ബെനിഫിറ്റ് നിങ്ങൾക്കാണ്. ഇല്ല എന്ന് പറയുന്ന കാര്യം ജിമ്മിൻ്റെ ട്രെയിനർമാർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവർ ഇത് വെച്ച് തന്നെയാണ് അവരെ ബ്രെഡ് ആൻഡ് മീൽ എല്ലാം അത് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നൊരു തോട്ട് പ്രോസസ്സ് വന്നാൽ ഈസി. ഓക്കെ, അടിപൊളി. കൂടെ പിന്നെ വൈഫും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. വൈഫിന്റെ പേരെന്തായിരുന്നു? അനുപമ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനായി ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. എന്തായാലും ഭയങ്കരമായിട്ട് നല്ല ഇപ്പോൾ 1.5 വർഷമല്ലേ കിഴക്കമ്പലത്ത് നമ്മുടെ സ്ഥാപനം വന്നേക്കുന്നത്. നല്ല റിവ്യൂ, നല്ല അഭിപ്രായങ്ങൾ. ഞങ്ങളിങ്ങനെ ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞപ്പോൾ അന്നൊന്ന് വിസിറ്റ് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നിട്ടുണ്ട് നിങ്ങളുടെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. താങ്ക് യു.